അതിരാവിലെ തന്നെ ജാൻമണിയെ കാണുന്നില്ല. അങ്ങനെ അർജുൻ അപ്സരയുടെയും ജിൻഡോയുടെയും അടുത്തായിട്ട് പറയുന്നുണ്ട്, എടി ജാനു ചേച്ചിയെ കാണുന്നില്ല. ഇന്നലെ രാത്രി 2-3 വട്ടം ജാനു ചേച്ചിയെ കൺഫെഷൻ റൂമിലും മെഡിക്കൽ റൂമിലും വിളിച്ചു. ഇപ്പോൾ ജാനു ചേച്ചിയുടെ പെട്ടി അവിടെ കാണുന്നില്ലെന്നെല്ലാം അർജുൻ പറയുമ്പോൾ കുടുംബാംഗങ്ങൾ അവിടെ തിരച്ചിൽ തുടങ്ങി. അങ്ങനെ അപ്സര എല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. വേഗം എഴുന്നേൽക്ക്, ജാനു ചേച്ചിയെ കാണുന്നില്ല എന്നെല്ലാം അങ്ങനെ പറയുമ്പോൾ എല്ലാവരും അവിടെ ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് തിരച്ചിലെല്ലാം തുടങ്ങുന്നു. എന്നാൽ ഇതെല്ലാം അർജുന്റെയും ജാൻമണിയുടെയും ഒരു പ്ലാനിങ് ആണ്. എല്ലാവരെയും മേപ്രി ഫുൾ ആക്കാനുള്ള പ്ലാൻ ആണ്. അങ്ങനെ അർജുൻ കിച്ചണിലെ ഷെൽഫിനകത്ത് ജാൻമണിയെ ഒളിപ്പിച്ചു വെക്കുന്നു. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് അർജുൻ പറയുന്നുണ്ട്, ജാനു ചേച്ചി ഇന്നലെ മുതൽ പറയുന്നുണ്ടായിരുന്നു, എനിക്കിവിടെ ആരും ഒരു റെസ്പെക്ട് ഒന്നും തരുന്നില്ല, നിങ്ങളെല്ലാവരും അവർ പറയുന്നത് കേൾക്കുന്നില്ല. ആ ഒരു വിഷമത്തിൽ അവർ ഇന്നലെ ഫുൾ കരച്ചിലായിരുന്നു. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, എന്റെ ജാനു എന്നെ വിട്ടു പോവില്ല, അവളെ ഞാൻ ഇവിടുന്ന് പോവാൻ സമ്മതിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജിൻഡോ എല്ലാം അവിടെ പെരും കരച്ചിലാണ്. എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അർജുനയുടെ ചിരി വരുന്നു. എന്നാൽ അർജുൻ അതെല്ലാം അടക്കി പിടിച്ച് എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ച് തകർക്കുന്നു. ഒടുവിൽ നോറ കിച്ചണിലെ കബോർഡെല്ലാം തുറക്കുമ്പോൾ അതിനുള്ളിൽ ഒരാൾ ഇരിക്കുന്നത് കാണുകയും നോറ അവിടെ നിലവിളിക്കുന്നുണ്ട്. ബാത്റൂമിൽ നിന്ന് കുടുംബാംഗങ്ങളെല്ലാം ഓടി വന്ന് എന്താ പ്രശ്നം, എന്താ മോളെ എന്നെല്ലാം ചോദിക്കുമ്പോൾ നോറ പറയുന്നുണ്ട്, ജാനു ചേച്ചി അതിന്റെ ഉള്ളിലുണ്ട്, ഞാൻ കണ്ടതാന്നെല്ലാം പറയുമ്പോൾ കുടുംബാംഗങ്ങൾ അതെല്ലാം തുറന്നു നോക്കുമ്പോൾ ജാൻമണിയെ കാണും. എന്നാൽ ജാൻമണിക്ക് അവിടെ ചിരി നിൽക്കുന്നില്ല. അർജുന്റെ ഈ പ്ലാൻ ഇത്ര പെട്ടെന്ന് വർക്കൗട്ട് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാൻമണിയുടെ ചിരിയോട് ചിരിയാണ്. എന്നിരുന്നാലും ജാൻമണിയെ കണ്ടിട്ടും ജിൻഡോയുടെ കരച്ചിൽ നിൽക്കുന്നില്ല. ഒടുവിൽ ജിൻഡോയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ജാൻമണിയാണ് ലൈവിൽ കാണിക്കുന്നത്. എന്തായാലും അർജുന്റെ പ്ലാൻ എല്ലാം കിടിലൻ തന്നെ. എല്ലാവരും ഒരുപോലെ തന്നെ വിശ്വസിച്ചു. ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.